വണ്ടി എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാക്സി വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ എല്ലാവരും കൂടെയൊക്കെ നല്ല സെറ്റായിട്ട് ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കുള്ള ഹോട്ടൽ എത്തിയിരിക്കുകയാണ്. ബിഹാസ്ത എന്ന് പറയുന്ന ഒരു അടിപൊളി സെറ്റപ്പായ ഒരു ഹോട്ടലാണ് നമുക്ക് അക്കോമഡേഷൻ കിട്ടിയിരിക്കുന്നത്. നമ്മുടെ പാക്കേജ് ആയിരുന്നു കേട്ടോ. നമ്മുടെ പിക്കപ്പ് മുതൽ ഡ്രോപ്പ് വരെ നമുക്ക് പാക്കേജ് ഉണ്ട്. പെർ ഹെഡ് 4000 ആണ്. പക്ഷേ 4000 രൂപയ്ക്ക് വർത്ത് തന്നെയാണ്. അവരുടെ ബാക്കി ഡീറ്റെയിൽസ് വേണ്ടതൊക്കെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. മലയാളി പയ്യന്മാരാണ്. സഞ്ചാരികൾ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജൊക്കെ ഉള്ള പയ്യന്മാരാണ്. അപ്പം അവർക്ക് നമുക്ക് രാവിലെയും വൈകുന്നേരവും ഉള്ള ഫുഡ് അവർ കൊണ്ടുവരും. വണ്ടി ഒരു ദിവസം 300 രൂപയാണ് സ്കൂട്ടി റെന്റ് കൊടുക്കുന്നത് നോർമലി എല്ലായിടത്തും. അപ്പം വണ്ടി തന്നെ നമുക്ക് 3 ദിവസം ഫുൾ ടൈം തരുമ്പോൾ തന്നെ 2000-ന് പുറത്ത് വണ്ടി തന്നെ ആവും. അപ്പം 4000 രൂപയ്ക്ക് ബാക്കി രാവിലെയും വൈകുന്നേരവും ഉള്ള ഫുഡ് ഉച്ചയ്ക്ക് പുറത്തുനിന്നായിരിക്കും. കാരണം എല്ലാവരും പുറത്തായിരിക്കുമല്ലോ. അപ്പം രാവിലെയും വൈകുന്നേരത്തും രാത്രിത്തെയും ഫുഡും തന്നെ നമുക്ക് കഴിച്ചു തീർക്കാൻ പറ്റാത്ത രീതിയിൽ 2 തരം ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഹോട്ടൽ തന്നെ ഉണ്ടാവും. ഞങ്ങൾ നേരത്തെ ആയതുകൊണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് പിള്ളേർക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അവർ ഫുഡ് കൊണ്ടുവച്ചിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങളിവിടെ വെളിയിൽ തന്നെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇറങ്ങി വന്നതാണ്. സ്വിമ്മിംഗ് പൂളുണ്ട്. പിള്ളേർക്ക് അതൊരു ഭയങ്കര ആശ്വാസമാണ് കേട്ടോ സ്വിമ്മിംഗ് പൂള്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം കേട്ടോ. 2 റൂം, ഒരു വലിയ ഹാള്. ഇത് റൂമെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ചെറിയ വീട് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ 11 മണിക്ക് നമുക്ക് ചെക്കിങ് ആണ്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്ത് നമ്മൾ കയറിയിട്ടുണ്ട്. നല്ലൊരു കിച്ചൺ പോവ്, നല്ലൊരു പ്യൂരിഫയർ വാട്ടർ, ഫ്രിഡ്ജ്, 2 റൂമിൽ AC, TV, ഒരു അറ്റാച്ച്ഡ് ബാത്റൂം, ഒരു കോമൺ ബാത്റൂം, എല്ലാം നല്ല വൃത്തിയും കാര്യങ്ങളും ഒക്കെ എല്ലാം ഉണ്ട് കേട്ടോ. നല്ലൊരു ഹോട്ടലാണ്. അവർ നമുക്ക് സത്യം പറഞ്ഞാൽ 4000 രൂപയ്ക്ക് വർത്ത് തന്നെയാണ്. വർത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പറയാൻ വാക്കുകളില്ല. നല്ല അക്കോമഡേഷൻ ആയിരുന്നു. നമുക്ക് 2 നൈറ്റും ഒരു ഡേയോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു കേട്ടോ. കറക്റ്റ് ഞാൻ നോക്കിയിട്ട് ഇട്ടേക്കാം. കണ്ടോ ബാത്റൂം കാര്യങ്ങളൊക്കെ എല്ലാം നല്ല ക്ലീനാണ് കേട്ടോ. ഒരു പ്രശ്നവുമില്ല. നമ്മൾ കൊടുത്ത ക്യാഷ് മുതലാകുന്ന രീതിയിൽ തന്നെയാണ്. അവർ നമുക്ക് 2 ദിവസം സ്റ്റേ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ 11 മണിയാകുമ്പോഴത്തേക്ക് ഹോട്ടലിൽ ഇറങ്ങണമെങ്കിലും വണ്ടി ആ ദിവസം ഫുള്ള് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു. ഫുഡിൻ്റെ നമുക്ക് ഒരു പേടി ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും. കേരള ഫുഡ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഇഡ്ഡലി, ദോശ, 2 ഐറ്റം എന്തെങ്കിലും തന്നെ കാണും. അതും കൊള്ളായിരുന്നു കേട്ടോ. നമുക്ക് കഴിച്ചു തീർക്കാൻ പറ്റുന്ന 6 പേരുണ്ടായിട്ട് ഞങ്ങൾക്ക് കഴിച്ചു തീർക്കാൻ പറ്റും. ഞങ്ങൾ പറഞ്ഞു ക്വാണ്ടിറ്റി ഇത്ര കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞു. കുട്ടികൾക്ക് ചാർജില്ല. 4000 രൂപ പെർ ഹെഡ് വലിയ ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവരുടെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാവേ. സെറ്റപ്പാണ്. ആകെ വരുന്നില്ല തള്ളു ഓപ്പൺ. ഇങ്ങനെ ഒരു വരാന്തയുണ്ട്. കൈയൊക്കെ നോക്കണേ വലിച്ച താഴെ നിന്ന് കണ്ട കണ്ട ദിസ് ഈസ് എ റൂം ഓർ ഹോട്ടൽ, ദിസ് ഈസ് എ ഹൗസ്. ഞങ്ങൾ വന്ന് ഫുഡ് കഴിയും റൂമിലൊക്കെ വന്ന് സെറ്റായിട്ടത് ആ സ്വിമ്മിങ് പൂളിൽ ചാടാൻ അവന്മാർ തയ്യാറായി നിൽക്കുകയാണ്. തലയിടാൻ ക്യാപ്പും കാര്യങ്ങളൊന്നും വാങ്ങിയില്ല. എന്നാലും കവറൊക്കെ ഇട്ടിട്ട് അവന്മാരെ ഇറക്കി. അവന്മാരൊക്കെ ഒരു സന്തോഷമല്ലേ. അങ്ങനെ പിന്നെ ഫസ്റ്റ് ഞങ്ങൾ വന്നിറങ്ങി ഫുഡൊക്കെ കഴിച്ച ശേഷം റൂമിൽ പോയി ഡ്രസ്സ് മാറ്റി ഫസ്റ്റ് സ്വിമ്മിങ് പൂളിലാണ് ചാടിയത്. അപ്പം ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാനും ചാടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും സെറ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. നമ്മൾ വണ്ടിയൊക്കെ റെഡിയാക്കി നിന്നപ്പോൾ മഴ. വണ്ടി പക്ഷേ മഴ. ഫുള്ള് മഴയായിരുന്നു കേട്ടോ. എന്നാലും ഞങ്ങൾ ഫസ്റ്റ് ദിവസം ചെന്നിറങ്ങിയല്ലേ ഉള്ളൂ. രേവ് പനിയായിട്ട് റൂമിൽ തന്നെ ഉണ്ട്. ഞങ്ങളെല്ലാവരും ഓരോ സ്കൂട്ടിയിലായിട്ട് പോയി. ചേട്ടൻ്റെ സ്കൂട്ടിയിൽ ധ്യാനു അതിൽ കയറിയിട്ടുണ്ട്. പിന്നെ അശ്വതി, അനീഷേട്ടൻ, ഞങ്ങൾ അങ്ങനെ 3 സ്കൂട്ടികളിലായിട്ട് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ ഇറങ്ങുന്ന സമയത്തൊന്നും വലിയ മഴയും കേസൊന്നും ഇല്ല കേട്ടോ. ഈ അന്തരീക്ഷമൊക്കെ നല്ല രീതിയിൽ നമുക്ക് പോകാൻ ബുദ്ധിമുട്ടെന്നുള്ള രീതിയിൽ മഴ പെയ്തിട്ടില്ല. അല്ലാണ്ട് ഫുൾ ടൈം മഴ തന്നെയാണ്. പക്ഷേ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടെന്ന രീതിയിൽ മഴയില്ലായിരുന്നു. കാരണം ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുമ്പോഴൊക്കെ മഴയും തോന്നി നിൽക്കുന്നുണ്ട് എന്തായാലും. അപ്പോൾ ഞങ്ങൾ ചുറ്റിക്കിറങ്ങി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഞങ്ങൾ രാവിലെ എത്തി സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങിയിട്ട് ഉച്ചയായി ഫുഡ് കഴിക്കാൻ ഇറങ്ങുകയാണ്. അപ്പോൾ 2-3 ബീച്ചുകളിലും കയറിയിട്ട് ഫുഡ് അടിച്ചിട്ട് പോകാം എന്നും പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ ചേട്ടനും രഘു നേരത്തെ വന്നിട്ടുള്ളതുകൊണ്ട് ഇവിടെ അറിയാം ഏകദേശമൊക്കെ. അങ്ങനെ അവർ മുമ്പേ പോകുന്നുണ്ട്. അവരില്ല, ചേട്ടൻ മാത്രം. രഘു
പനി പിടിച്ച് കിടപ്പായിപ്പോയി. അപ്പോൾ അതാ ഇത് ബോർഡ് കണ്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. പക്ഷേ എന്ത് പറയാന്ന് പറയാൻ, ഫുഡ് കഴിക്കാൻ ചെന്ന് കയറിയതാണ്. ഞങ്ങളുടെ കേരളം നമ്മൾ വലിയ മിക്സ് ചെയ്തു. വായിക്ക് കൊള്ളത്തില്ലായിരുന്നു ഫുഡ്. ഒരു ബിരിയാണി നല്ല റേറ്റും ഉണ്ട്, പക്ഷേ മറ്റേ നമ്മുടെ പാൻ പരാഗ ശബു അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ്, പഞ്ചാബി ടേസ്റ്റ് അതായിരിക്കാം അവിടുത്തെ ടേസ്റ്റ്, പക്ഷേ ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. പിന്നെ അങ്ങനെ പശുക്കളൊക്കെ മൊത്തം ഇറങ്ങി വെളിയിൽ ഇങ്ങനെ നടപ്പുണ്ട് കേട്ടോ. അത് ഗോമാതാവല്ലേ, ഗോമാതാവ് കെട്ടിയിടക്കൊന്നുമില്ല, അറിയാലോ ഗോവയിൽ. അപ്പോൾ അതാ ഇങ്ങനെ ഒരു സ്ഥലം കാണാൻ ഞങ്ങൾ പോയി. ഏറ്റവും മേൽ ടോപ്പിൽ ചെല്ലണം കേട്ടോ. അവിടെ 5 മണി വരെ വിസിറ്റിംഗ് ടൈമുള്ളൂ. ഞങ്ങൾ ആ ഒരു സമയം നോക്കി എങ്ങനെയെങ്കിലുമൊക്കെ നടന്നു കയറി മേളിൽ എത്തിയിട്ടുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, വലിയ ദൂരമായിട്ട് ഫീൽ ചെയ്തില്ല. നടന്നു കയറി പോയി ഞങ്ങൾ. അവിടെ വേറൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒരു സീ വ്യൂ കിട്ടുന്ന രീതിയിൽ നല്ല ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം, അത്രേ ഉള്ളൂ. പക്ഷെ അതെന്തൊക്കെയോ ഒരു ചരിത്രം കാണുമായിരിക്കും. എല്ലാ ആൾക്കാരും ഒക്കെ ചെല്ലുന്നുണ്ട്. എനിക്ക് അതിനെപ്പറ്റി കറക്റ്റ് പറഞ്ഞു തരാൻ എനിക്കറിയത്തില്ല. പക്ഷെ അതിൻ്റെ മുകളിൽ പോയിട്ട് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാരൊന്ന് ഫോട്ടോ എടുക്കുകയാണ് മെയിനായിട്ട് നടക്കുന്നത്. നല്ലൊരു പച്ചപ്പും അന്തരീക്ഷവും, കാരണം നമ്മുടെ എന്താ ആകാശത്തോട് ചേർന്ന് നിൽക്കുന്ന കണക്ക് നമുക്ക് തോന്നി ചെന്ന് കഴിയുമ്പോഴേ. ഇഷ്ടംപോലെ ഒരു ഫോട്ടോ എടുക്കാനുള്ള ലൊക്കേഷൻ, നല്ല ലൊക്കേഷനാണ് അവിടെ. ഫോട്ടോസും വീഡിയോസും ആൾക്കാരെല്ലാം അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൊത്തം. അത് ഞങ്ങളും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു എന്നേ ഉള്ളൂ. ഇപ്പം 5 മണിയാകുമ്പോഴത്തേക്ക് തിരിച്ചവർ ഇറക്കും. അപ്പം അതിന് മുന്നേ ഓടിച്ചിട്ട് എല്ലാവരും ഒരു വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് വയ്ക്കുകയാണ്. എന്നാൽ എന്തായാലും വന്നതല്ലേ ഗോവയിൽ. പിന്നെ മഴക്കോളും ഉണ്ട്, കണ്ടില്ലേ, കാർമേഘമൊക്കെ ഇരുണ്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുകയാണ്. സമയം കൊണ്ട് ധ്യാനവും ചേട്ടനും കയറി അങ്ങ് പോയി. അവർ രണ്ടുപേരും ഫസ്റ്റ് ടൈം പോയി. ആദ്യമേ അങ്ങറ്റം എൻ്റെ ഭാഗത്ത് കടലിൻ്റെ സൈഡിലവിടെ ഇരിക്കാൻ സ്പേസ് ഉണ്ട്, അപ്പോൾ അവിടെ പോയി ഇരിക്കുന്നുണ്ട്. അപ്പം നല്ല തിരക്ക് കണ്ടോ, അത്രയും ആൾക്കാരുണ്ട്. എല്ലാ ആൾക്കാരും അവിടെ പോയി ജസ്റ്റ് ഇരിക്കുക, കുറച്ച് നേരം സമയം കളയുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ. അങ്ങ് ദൂരെ കാണാം അവർ ഇരിക്കുന്നത്, ചേട്ടനും ധ്യാനും. അവർ നേരത്തെ അവിടെ പോയി അതിൻ്റെ ഫസ്റ്റിൽ കയറിപ്പോയി ഇരുന്ന് അവിടെ ഇരിക്കുമ്പം സീ വ്യൂ നല്ലതായിട്ട് ഉണ്ട്. പിന്നെ താഴെ ആൾക്കാർ ഇറങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവർ രണ്ടും അവിടെ പോയിരുന്ന് പാട്ടൊക്കെ സ്പീക്കറിൽ വെച്ചിരുന്ന് കേട്ട് സെറ്റായിരിക്കണം. അപ്പോൾ ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് കറക്റ്റ് വീഡിയോ എടുക്കുന്ന സമയം ഒരേ സമയം കേട്ടോ. അവിടെ നിന്ന് കൈ കാണിക്കുന്നു. ഞങ്ങൾ കറക്റ്റ് വീഡിയോ ഷൂട്ടിങ് കഴിഞ്ഞ് അങ്ങ് എത്തിയപ്പോഴത്തേക്ക് കറക്റ്റ് 5 മണി കറക്റ്റ് കയറി അവരടുത്ത് എത്തിയതും ഫിസിൽ ഊതി സെക്യൂരിറ്റി ആൾക്കാർ വന്നു കേട്ടോ. പിന്നെ എന്തായാലും ജസ്റ്റ് കയറി ഒരു ചെറിയ വീഡിയോ അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങളും പിന്നെ അങ്ങ് പെട്ടെന്ന് ഇറങ്ങി. കാരണം അവിടെ ഒരൊറ്റ ആൾക്കാർ 5 മണിക്ക് ശേഷം നിർത്തിക്കത്തില്ല. കുറേ സെക്യൂരിറ്റി പല വഴിക്ക് പോയി എല്ലാവരും വിസിലടിച്ച് വെളി ഇറക്കുന്നുണ്ട്. അതാ ഞങ്ങൾ നോക്കുന്നുണ്ടോ, എല്ലാവരും വിസിലടിച്ച് ഇറങ്ങുന്നത്. ധ്യാനോസിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി കിടത്തിയപ്പോൾ സെക്യൂരിറ്റി വന്ന് വിസിലടിച്ച് ഓട്ടിച്ച് ഞങ്ങളെ. അങ്ങനെ എല്ലാവരും തിരിച്ച് താഴേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു പച്ചപ്പുള്ള പാറകളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു സ്ഥലം കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ആരും അതിൻ്റെ ഇടയിൽ കൂടെ അതിൻ്റെ വീഡിയോക്ക് പോസ്റ്റ് ചെയ്തിട്ട് പോകുന്നുണ്ട്. ഇതിനകത്തൊക്കെ കയറി നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാവരും നോക്കുന്നുണ്ട് കേട്ടോ. പശുക്കൾ, കാളകൾ, ഇതെല്ലാം റോഡിൽ തന്നെയാണ്. അതാണ് കാഴ്ച, മെയിൻ കാഴ്ച അതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമ്മൾ വണ്ടി ഓടിച്ച് പോവേണ്ട. ഇതുപോലെയൊന്നുമല്ല, കൂട്ടം കൂടിയൊക്കെ റോഡിൽ മൊത്തം ഉണ്ടായിരുന്നു. അപ്പം അവർ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് നടക്കുക. പിടിച്ചിരുന്ന് കാണാം. പിന്നെ അതായത് സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ട് നമ്മൾ വർക്കല ക്ലിഫിലെ പോലെ ഒരു അതവിടെ നമ്മൾ ഇറങ്ങിയിട്ട് ഫസ്റ്റ് ചെയ്ത് ഒരു ബീച്ചിലോട്ടാണ് പോയേട്ടാ. അവിടെ ഇങ്ങനെ കുറച്ച് ദൂരം നടക്കുമ്പോൾ ഇങ്ങനെ സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഒന്നിനോട് അടുക്കാൻ പറ്റത്തില്ല, നല്ല റേറ്റാണ് പറയുന്നത്. പിന്നെ ഇതായി ഇതുപോലെ കോൺ പൊരിക്കുക, പിന്നെ നമ്മുടെ പച്ചമാങ്ങ, പൈനാപ്പിൾ, പേരയ്ക്ക, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ അതിവിടെ കിട്ടുന്നതൊക്കെ തന്നെ. റേറ്റൊക്കെ കുഴപ്പമില്ല, ചീപ്പായിട്ടാണ്. പിന്നെ ഇതാ ഇവിടെ പോയിരുന്ന് നല്ല കാറ്റാണ് കേട്ടോ. ഇഷ്ടം. കടലിൽ ഇറങ്ങാനൊന്നും പറ്റത്തില്ല, പക്ഷെ മുകളിൽ പോയിരുന്ന് പാറകളുള്ളതുകൊണ്ട് എല്ലാവരും വേണ്ടി പോയിരുന്ന് ഫോട്ടോ എടുക്കുക, കുറേ ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ. ബീച്ചുകളാണല്ലോ മെയിനായിട്ട് ഗോവയിലുള്ളത്. അപ്പം അവിടെ പോയിരിക്കുക, ഫോട്ടോ എടുക്കുക. നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ വരുന്ന ഗോവയിലെ 2 കിടന്ന ബീച്ചുകളാണ് ബാഗാ ബീച്ച്, കലങ്കൂട്ട്. ബാഗാ ബീച്ച് ലൈവ് ആവുന്നത് ഈ സമയത്താണ്. ആ ഷാക്കിലൊക്കെ ലാസ്റ്റ് പാട്ടൊക്കെ ഇട്ട് ആൾക്കാരൊക്കെ പോകും. അവിടെ 6 മണിയാകുമ്പോഴത്തേക്കും കഴിച്ചു. അപ്പോൾ ബാഗാ ബീച്ചിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് വേറൊരു ബീച്ചും കൂടെ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് കയറി പോയതേ ഉള്ളൂ. മഴക്കോളും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയുണ്ട്. കണ്ട തിരക്കുണ്ട്. ഇവിടെ കണക്കൊന്നുമല്ല, ഫുൾ അവിടെ ഒരു 6 മണിക്ക് ശേഷം അല്ലെങ്കിൽ വൈകുന്നേരം 6 മണിക്ക് ശേഷം ഇതുപോലെ റിസോർട്ടുകൾ എല്ലായിടത്തും ലൈറ്റും പാട്ടും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഓണാവുന്നത് 6 മണിക്ക് ശേഷമാണ്. ഈ ബീച്ച് എല്ലാം ഓണാവുന്നത്.
ഞാൻ അങ്ങനെ ഇവർ നടക്കാൻ നിന്നില്ല. ഞാൻ അവിടെ ഇരുന്ന് വീഡിയോ എടുത്തോണ്ടിരുന്നു. അവർ കുറച്ച് നേരം ഇവളുമാരെ കൊണ്ട് പോയ സ്ഥിതിക്കൊന്ന് കടലിലോട്ടൊന്ന് ഇറക്കിയിട്ട് വന്നു കണ്ടു. ബാഗ ബീച്ചിന്റെ കാണാനില്ല, ഗായേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മുടെ വെളിയിലുള്ള ബീച്ച് വിസിറ്റിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഫസ്റ്റ് ഡേ ആണ് നമ്മുടെ ഗോവയിൽ എത്തിയിട്ടുള്ളത്. ബീച്ചിങ്ങിൽ ഇറങ്ങി, പിന്നെ കുറച്ച് ഷോപ്പിംഗ് ചെയ്തു. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പോൾ നേരെ റൂമിലേക്ക് പോകും. റൂമിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. പാർട്ട് 3. വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.